ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേൾഡ് വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ ഈ ഫിഷ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണെന്നും നോക്കാം. അപ്പോൾ ഞാനതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ചധികം തന്നെ ഒഴിക്കുക. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതും, അതായത് മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നതും സവോള ഫ്രൈ ചെയ്തെടുക്കുന്നതും എല്ലാം ഈ ഒരു ഒറ്റ വെളിച്ചെണ്ണയിൽ തന്നെയാണ്. അപ്പോൾ ആദ്യം നല്ല കനം കുറഞ്ഞ് അരിഞ്ഞിട്ടുള്ള സവാള, ഒരു സവാളയേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തിട്ട് നല്ല കുറഞ്ഞ തീയിലിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കോരി മാറ്റുവാണ്. ഇനി നമ്മൾ അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഞാനിപ്പോൾ കട്ട്ലയാണ് എടുത്തിട്ടുള്ളത്, മീൻ. അപ്പോൾ അത് നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് ഫ്രൈ ആക്കി എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് തിരിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിടുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും മൊരിഞ്ഞ് മീൻ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് കോരി മാറ്റുവാണ്. അപ്പോൾ ഇനി അതേ വെളിച്ചെണ്ണയിലേക്കാണ് ഞാൻ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ അരിക്കാണ് വെക്കുന്നത്. അപ്പോൾ 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക. നമ്മൾ പൊരിച്ചതിലും എല്ലാത്തിലും ഉപ്പുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ വേണം. കുറച്ച് മല്ലിയില, പുതിനയില, വേപ്പില. അപ്പോൾ എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിയിലയും പുതിനയിലയും കുറച്ച് ചേർക്കുക, ബാക്കിയുള്ളത് നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ്. ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്ന വരെയും വഴറ്റിയെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ 1 കിലോ ബസ്മതി റൈസ് നീളനരി ഇതുപോലെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒഴുക്കും നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ബിരിയാണി മസാല, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൽ കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം. അതിനുശേഷമാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല കനം കുറച്ചിട്ട് അരിഞ്ഞിട്ടുള്ള തക്കാളി, ഇതൊരു 2 തക്കാളി ഉണ്ട്. അപ്പോൾ ഇതും നന്നായിട്ട് ഒന്ന് വാടി ഉടഞ്ഞു വരണ വരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 അതോ 4 ടേബിൾ സ്പൂണോളം നിങ്ങൾക്ക് ചേർക്കാം. പുളി ഇല്ലാതെ തൈര് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ഒന്നെല്ലാവരും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. ലാസ്റ്റ് അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ടിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഇച്ചിരി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ എല്ലാ റെസിപ്പിയിലും കാണിച്ചേക്കുന്ന പോലെ തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് കറുകപ്പട്ട, കുരുമുളക്, ജീരകം, അതുപോലെ കുറച്ച് ഏലക്ക പൊടിച്ചത് ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റി എടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് അളന്നിട്ടൊന്നുമല്ല വെള്ളം ഒഴിക്കുന്നത്. ഒരു ഏകദേശം നമുക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള സാധാരണ നോർമലായിട്ടുള്ള വെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. ഒരു പകുതി ചെറുനാരങ്ങ ഇതുപോലെ കുരുവില്ലാതെ അതിൻ്റെ നീരും നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചു. വെള്ളം തിളച്ചു വന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് അരി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളെല്ലാ വീഡിയോസിലും ഇത് കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് കുറച്ച് സ്പീഡിന് പോകുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഒരു 1/4 ഭാഗം വെന്ത് കഴിയുമ്പോൾ നമ്മളിത് ഊറ്റി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നന്നായിട്ട് അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ദം ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം നെയ്യാണ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രേവി നമുക്കിതിലേക്ക് ഫസ്റ്റ് ലെയർ അടിയിൽ കൊടുക്കാം. അപ്പോൾ ലെയർ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറ് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് മസാല അടിയിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലിലേക്ക് ചോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മസാലയുടെ തൊട്ട് മേലെ ആയിട്ട് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ചോറ് ഇട്ട് കൊടുക്കുക.
പകുതി ചോറാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ലെയറിൽ ഇട്ട് കൊടുക്കുന്നത്. അതിനുള്ളിലേക്ക് കുറച്ച് പൊരിച്ച സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കാം, പുതിനയില ചേർത്ത് കൊടുക്കാം, പിന്നെ കുറച്ച് നെയ്യ് ചേർക്കാം. അതുപോലെ നിങ്ങൾക്ക് ഈ ലെയറിൽ എന്തെല്ലാം ആവശ്യമായിട്ട് തോന്നുന്നുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചേർത്തെടുക്കാൻ പറ്റും. ഇനി ഞാൻ പൊരിച്ചെടുത്തിട്ടുള്ളതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ചെയ്തേക്കുന്ന പോലെ തന്നെ ഫസ്റ്റ് മസാല ഇടുക, മീൻ വെക്കുക, ചോറിടുക, അതിൻ്റെ മേലേക്ക് ഈ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫുള്ളായിട്ടുള്ളതും കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് സ്റ്റൗവിൽ വെച്ച് ഒന്ന് ആവി കയറ്റി എടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പഴയ തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെച്ച് നമുക്കതൊരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കാം. അപ്പോൾ ഒരു ഏകദേശം ഒരു 15-20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി നല്ലപോലെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി അതുപോലെ ബീഫ് ബിരിയാണി എടുക്കുന്ന പോലെയല്ല, മീൻ ഫസ്റ്റിലെ എടുത്ത് മാറ്റിയതിന് ശേഷം വേണം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ നമ്മുടെ മീൻ വെന്തിരിക്കുവാണല്ലോ, അത് പൊടിഞ്ഞു പോകും. അപ്പോൾ അത് കാരണം ഫസ്റ്റ് നമ്മൾ മീനെല്ലാം എടുത്ത് മാറ്റിയ ശേഷം ചോറ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായവർ നമുക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വേൾഡ് വ്ളോഗ് 786 എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.